ഹലോ ജെഇ ആസ്പിരൻസ്. 2025 ജെഇ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. കാരണം നമുക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് കട്ട് ഓഫുകളില്ല. ഇത്രയും വലിയൊരു എക്സാമിന് നമുക്ക് ഓവറോൾ സ്കോറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ കെമിസ്ട്രി ആണ് ഈ തന്നിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള എൻറ്റയർ 3 സബ്ജക്റ്റിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ്. കെമിസ്ട്രി ഈസ് ദ മോസ്റ്റ് സ്കോറിംഗ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി നിങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ജെഇ സ്കോർ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ലൊരു കോളേജ് എൻഷുർ ചെയ്യാനും നല്ലൊരു പേഴ്സൻറ്റേജ് എൻഷുർ ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ നമ്മൾ കെമിസ്ട്രി പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതായത് ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ സാധാരണ രീതിയിൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിന് ബാക്കിയുള്ള സബ്ജക്റ്റുകളെക്കാൾ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുക, കെമിസ്ട്രിയിലെ ടോപ്പിക്കുകളെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പല ചാപ്റ്ററിൻ്റെയും കണ്ടിന്യൂഷൻ ആയിട്ടാണ് 12th ചാപ്റ്റേഴ്സ് വരിക. ഇപ്പോൾ റിഡോക്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ 12th ഇലക്ട്രോ കെമിസ്ട്രി. മോൾകോൺസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് സൊല്യൂഷൻസ് ചാപ്റ്റർ വരിക. സോ പീരിയോഡിക് ടേബിളും കെമിക്കൽ ബോണ്ടിങ്ങും ഒക്കെ ബാക്കിയുള്ള ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുണ്ട്. തെർമോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലതും പല ചാപ്റ്റേഴ്സിലും ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കണക്റ്റഡ് ആവാറുണ്ട്. സോ കെമിസ്ട്രിയിൽ പല ടോപ്പിക്കുകളും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ സീക്വൻസിലായിരിക്കണം. അതുപോലെ തന്നെ ചില ടോപ്പിക്കുകൾ നമ്മൾ കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുകയും വേണം. സോ നമുക്ക് ഓരോരോ സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം നമുക്ക് ഇനോർഗാനിക് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം കഴിഞ്ഞ വർഷം സിലബസ് റിഡക്ഷന് ശേഷം കുറച്ച് റിലാക്സേഷനുള്ള ഒരു ടോപ്പിക്ക് ഇനോർഗാനിക് ആണ്. ഫിസിക്കലും ഇനോർഗാനിക്കും നമുക്ക് ഇത്തവണ ജെഇ എക്സാമിന് കൂടുതൽ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്നാലും ഇനോർഗാനിക്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കെമിക്കൽ ബോണ്ടിങ്. മോളിക്യൂളുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളുമായി ബാക്കിയുള്ള ചാപ്റ്റേഴ്സായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് കെമിക്കൽ ബോണ്ടിങ്. സോ ശരിക്കും പറഞ്ഞാൽ പി ബ്ലോക്കിലും DNF ബ്ലോക്ക് എലമെൻസിലും കോർഡിനേഷൻ കോമ്പൗണ്ട്സിലും ആപ്ലിക്കേഷൻ ലെവലിൽ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ കെമിക്കൽ ബോണ്ടിങ് തന്നെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക വാലൻസ് ബോണ്ട് തിയറി, ഹൈബ്രിഡൈസേഷൻ. ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഓഫ് ചോദ്യം വരിക. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാര്യമായി ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. സോ ഇനോർഗാനിക്കിലെ സിലബസ് റിഡക്ഷന് ശേഷം നമ്മുടെ ജെഇൻ്റെ ആ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ സിങ്ക് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം ഇനോർഗാനിക് കെമിസ്ട്രിയിലെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. സോ ഇവിടെയും നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് എനിക്ക് പറയാൻ പറ്റുക, 1 നോമൻക്ലേച്ചർ ആൻഡ് ഐസോമറിസം പാർട്ട്, 2 വാലൻസ് ബോണ്ട് തിയറി ആൻഡ് ഹൈബ്രിഡൈസേഷൻ, നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള കണക്ഷൻ, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഞാൻ പറയാം, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ അറിയണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ ഇതാണെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ പീരിയോഡിക് ടേബിളിൽ ചോദ്യം ഒന്നും വരില്ലേ? പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് ചോദ്യം വരാം, പക്ഷെ അതും ഒരു പരിധി വരെ പി ബ്ലോക്ക് ആയിട്ടോ അല്ലെങ്കിൽ DNF ബ്ലോക്ക് ആയിട്ടോ കണക്റ്റഡ് ആയിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ സാധ്യത കൂടുതൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഒരു ചാപ്റ്റർ നമുക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ പി ബ്ലോക്ക് എലമെൻസ് ആണ്. സോ ഒരു 3rd ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് എന്ന് പറയാം 11th 12th പി ബ്ലോക്ക് എലമെൻസുകൾ തന്നെയാണ്. പക്ഷേ അവിടെ നമുക്കറിയാം കുറേ കാര്യങ്ങളൊക്കെ സിലബസ് റിഡക്ഷന് ശേഷം ഒഴിവായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പീരിയോഡിക് ടേബിൾ എന്നുള്ള കണക്ഷൻ ബേസ്ഡ് ചോദ്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ പി ബ്ലോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനാവുക. ഇനി നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി നോക്കാം. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചാപ്റ്റർ ആയിട്ട് പറയുക ഒരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11th 12th അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ പല ചാപ്റ്റേഴ്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇപ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നൊരു തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് വന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രി റിഡോക്സോടെ കമ്പൈൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് റിഡോക്സ് ഇസ് എ എവർഗ്രീൻ കോമ്പിനേഷൻ. അതുപോലെ തന്നെ മറ്റൊരു കോമ്പിനേഷനാണ് 11th മോൾ കോൺസെപ്റ്റും 12th സൊല്യൂഷൻസും. ഇത് രണ്ടും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. സൊല്യൂഷൻസ് ചാപ്റ്ററൊക്കെ മിനിമം എഫേർട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് സൊല്യൂഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ടേംസ് ഉള്ള രീതിയിൽ നിങ്ങൾക്കൊരു ചോദ്യം എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ആറ്റോമിക് സ്ട്രക്ചർ. സോ ആറ്റോമിക് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഏരിയ 1 ബോർ മോഡൽ ആൻഡ് ഹൈഡ്രജൻ സ്പെക്ട്രം, 2 ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ 2 ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനാവുക. മൂന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് ആണ്. സാധാരണ ഇതിലൊരു ടഫ് ചാപ്റ്റർ എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യത്തെ ഒരു ചോദ്യം ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, എൻതാൽപ്പി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി ടോപ്പിക്കുകളിൽ നിന്നാവാം. രണ്ടാമത്തെ ചോദ്യം ഒരു പരിധി വരെ ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റുക, ഒരു പരിധി വരെ അത് നമ്മുടെ തെർമോ കെമിസ്ട്രി ടോപ്പിക്കിൽ നിന്നായിരിക്കും. ഇനി
ഫിസിക്കൽ കെമിസ്ട്രിയുടെ എൻറ്റയർ ഐഡിയ നമ്മൾ കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് പോലുള്ള ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. ദേ ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, സാർ ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരില്ലേ? ഇക്വിലിബ്രിയത്തിൽ നിന്ന് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു ചോദ്യം ഒരു പരിധി വരെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും, രണ്ടാമത്തെ അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിന്നും ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. സോ ഫിസിക്കലി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. നൗ ലെറ്റ്സ് ഗോ ടു ഓർഗാനിക് കെമിസ്ട്രി പാർട്ട്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്കറിയാം ഇനോർഗാനിക്കിലെ സിലബസ് റെഡ്യൂസ് ചെയ്ത ശേഷം കൂടുതൽ വെയിറ്റേജ് വന്ന ടോപ്പിക്കാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗാനിക്കിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ നമ്മുടെ ബേസ് എപ്പോഴും ക്ലിയർ ആയാൽ മാത്രമേ ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സോ ബേസിക് ചാപ്റ്റേഴ്സ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ചാപ്റ്റേഴ്സാണ്. സോ ദ ഫസ്റ്റ് പ്രയോറിറ്റി വെൻ യു സ്റ്റാർട്ട് വിത്ത് ഓർഗാനിക് ഇറ്റ് മസ്റ്റ് ബി ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ. കാരണം ഇലക്ട്രോണിക് എഫക്റ്റുകളും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, മാർക്കോണിക്കോവ്, ആൻറ്റി മാർക്കോണിക്കോവ് റൂൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് 100%. സോ അതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഒരു പരിധിവരെ എനിക്ക് പറയാൻ പറ്റും, ഒരു 4 തുടങ്ങി 5 ചോദ്യങ്ങൾ വരെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഹൈഡ്രോ കാർബൺ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി നിങ്ങളുടെ ഓർഗാനിക് മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ ഈ 2 ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തേ മതിയാവുള്ളൂ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ. അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലേക്ക് പോകാം. അതിൽ തന്നെ മിനിമം എഫേർട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്ന് അറിയും? ബയോമോളിക്കുലർ ആൻഡ് അമൈൻ. രണ്ടിൽ നിന്ന് ഓരോരോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഗ്യാരണ്ടീഡ് ആണ് ആ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ ആൻസർ കിട്ടും എന്നുള്ളത്. അതായത് ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഈ ചാപ്റ്റേഴ്സ് നമുക്ക് തരാൻ പറ്റും. മിനിമം എഫേർട്ട് ബട്ട് മാക്സിമം ഔട്ട്പുട്ട്. ഇനി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു വലിയ ചാപ്റ്ററാണ് ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ന്യൂക്ലിയോഫിലിക് അഡിഷനും പിന്നെ നെയിം റിയാക്ഷനുമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഒരു പരിധി വരെ ഒരു 100% ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ തന്നെ ആൽഡോൾ കണ്ടൻസേഷൻ കാനിസാരോ റിയാക്ഷൻ, അതിൻ്റെ ക്യാരക്ടേഴ്സും റിയാക്ഷൻസും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ വരുന്ന ഒരു കാര്യമാണ്. സോ ഒരു പരിധി വരെ എൻറ്റയർ ഓർഗാനിക്കിനെ നമുക്കൊരു സിംഗിൾ ചാപ്റ്ററായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ പല ചാപ്റ്റേഴ്സായിട്ട് തിരിക്കുമെങ്കിലും എൻറ്റയർ ഓർഗാനിക്കിനെ നമുക്ക് ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു സിംഗിൾ ചാപ്റ്റർ എന്ന് വിളിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചില ടോപ്പിക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്കുകളുണ്ട്. അതായത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ റിയാക്ഷൻ. നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹാലോആൽക്കൻ ഹാലോജൻസിലെ SN1 and SN2 മെക്കാനിസം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ ആണ് ആ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഓർഗാനിക് പാർട്ടിന് 2 ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്ന്, NCERTയിലുള്ള എല്ലാ മെക്കാനിസംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് മെക്കാനിസം ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് NCERTയിലെ എല്ലാ നെയിം റിയാക്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നെയിം റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ദീസ് 2 തിങ്സ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. സോ നമ്മുടെ എൻറ്റയർ കെമിസ്ട്രി പാർട്ട് ഒരു അനാലിസിസ് നമ്മൾ നടത്തി. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് 2025 JEEക്കുള്ള കെമിസ്ട്രി പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയും, നമ്മുടെ ബേസ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ചാപ്റ്റേഴ്സ് എപ്പോഴും ക്ലിയർ ആക്കിയ ശേഷം മാത്രം ബാക്കിയൊരു ചാപ്റ്ററിലേക്ക് പോവുക. അതായത് മോൾ കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ടേബിളിൻ്റെ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ചാപ്റ്റേഴ്സ്. ഇതിൻ്റെ കൂടെ നമുക്ക് റിഡോക്സ് റിയാക്ഷൻ കൂടെ കൺസിഡർ ചെയ്യാം. ഈ ഫണ്ടമെൻ്റൽ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത ശേഷം മാത്രം ബാക്കിയുള്ള ചാപ്റ്ററുകളിലേക്ക് നിങ്ങൾ കടക്കുക. അതായിരിക്കും നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ കോൺഫിഡൻസിനും ഏറ്റവും ഉത്തമം. എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഉഷാറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ JEE 2025.